KSRTCയെ ലാഭത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ മന്ത്രിയും MD-യുമൊക്കെ. ഇതിനായി പുതിയ 10 നിർദ്ദേശങ്ങൾ കൂടി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ശ്രദ്ധയിലേക്ക്. ഒന്നാമത്തെ നിർദ്ദേശം, ഓരോ ചെറിയ തുകയും പ്രധാനപ്പെട്ടതാണ്. വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നത് അന്നദാതാവാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബസ്സിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ യാത്രക്കാർ എവിടെ കൈ കാണിക്കുന്നോ അവിടെ വാഹനം നിർത്തിക്കൊടുക്കുക. ഇത് KSRTC, സ്വിഫ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്കും ഒരേപോലെ തന്നെ ബാധകമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വാഹനം നിർത്തുമ്പോൾ മറ്റ് വാഹന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം നിർത്തുക. രണ്ടാമത്തെ നിർദ്ദേശം, യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് സുരക്ഷിതമായി വാഹനം നിർത്തിക്കൊടുക്കുക. ഇത് സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകൾക്ക് ബാധകമാണ്. സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്ത രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ മിന്നൽ ഒഴികെയുള്ള എല്ലാ ബസ്സുകളും അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തിക്കൊടുക്കേണ്ടതാണ്. ചില ബസ്സുകളുടെ ഫുട്ബോർഡുകൾക്ക് ഉയരക്കൂടുതലാവും. അപ്പോൾ ഇത്തരം ബസ്സുകളിൽ നിന്നും കയറുന്നതിനും ഇറങ്ങുന്നതിനുമൊക്കെ പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നാലാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നത്. അഞ്ചാമത്തെ നിർദ്ദേശം ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഹോട്ടലുകളെ സംബന്ധിച്ചാണ്. വൃത്തിയും ശുചിത്വവുമുള്ള ഹോട്ടലുകളിൽ മാത്രം വാഹനം നിർത്തുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമായിരിക്കണം. ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ കണ്ടാൽ അത്തരം ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. ഉദാഹരണത്തിന് പണം നൽകിയിട്ട് ടിക്കറ്റ് നൽകാതിരിക്കുക, ടിക്കറ്റ് നൽകാതെ യാത്രക്കാരെ കൊണ്ടുപോകുക, ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. ഏഴാമത്തെ നിർദ്ദേശമായി പറയുന്നത് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ചാണ്. ഡ്യൂട്ടിക്ക് എത്തുന്ന സമയത്ത് മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ഇവർ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എട്ടാമത്തെ നിർദ്ദേശമായി പറയുന്നത് ഒരേ റൂട്ടിൽ ഒന്നിന് പിന്നാലെ മറ്റൊരു ബസ് സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവം ആവർത്തിക്കാൻ പാടില്ല. ഇത് ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. ഒമ്പതാമത്തെ നിർദ്ദേശമായി പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ നിരത്തിൽ ഒപ്പമുള്ള മറ്റ് ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും വളരെ കരുതലോടെ കാണണം എന്നുള്ളതാണ്. ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള ചിന്ത വാഹനം ഓടിക്കുന്ന ഓരോ സമയവും ഡ്രൈവർമാർക്ക് ഉണ്ടാവണം. പത്താമത്തേത് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും പരാതികളും സംബന്ധിച്ചാണ്. ഇതിലെല്ലാം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പും നൽകുന്നുണ്ട്. KSRTCയെ എങ്ങനെയും ലാഭത്തിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മാനേജ്മെൻറ്റ്. ജീവനക്കാരും ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയോടെ. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ്.